ഇത് കണ്ടില്ലേ, ഓഫായി പോയണ്ട. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി തന്നെ ഞാൻ സ്പീഡ് ലിമിറ്റ് എത്രയിൽ വെച്ച് നോക്ക്, 35 വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ തേർഡ് ഗിയറിലോട്ടെ, എന്നിട്ട് ഞാൻ ഫുൾ ത്രോട്ടിൽ കൊടുത്തേക്കാൻ കണ്ടില്ലേ, എന്നിട്ട് വണ്ടി കയറാത്തുണ്ടോ. ഇത് സ്പീഡ് ലിമിറ്ററും കൂടി വണ്ടി കൊടുത്തു. ഡ്യൂക്ക് 300 ഉള്ള സെയിം ഫീച്ചർ തന്നെ ഇതിലും കൊടുത്തിരിക്കുന്നു കേട്ടോ. ഇന്ന് നമ്മളിപ്പോൾ ഒരു ബ്രാൻഡ് ന്യൂ മോട്ടോർ സൈക്കിൾ ഹുസ്ക്വാന സ്വാട്ട് പില്ലിയൻ 401. ഈ സ്വാട്ട് പില്ലിയൻ എന്ന് പറഞ്ഞാൽ, സ്വാട്ട് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ, പില്ലിയൻ എന്ന് പറഞ്ഞാൽ ആരോ, ബ്ലാക്ക് ആരോ ആണ് നമ്മുടെ ഫ്രണ്ട്. സ്വീഡിഷ് മാനുഫാക്ചറർ ആണ് ഹുസ്ക്വാന. അതിപ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ. KTM ബജാജ് ടൈപ്പ് ഉണ്ട്, അതുപോലെ KTMും ഹുസ്ക്വാന ടൈപ്പ് ഉണ്ട്. സോ ഹുസ്ക്വാന മോട്ടോർ സൈക്കിൾസ് ആർ മെയ്ഡ് ഹിയർ. അതിൻ്റെ 401 250 ഈസ് മെയ്ഡ് ഹിയർ ഇൻ ഇന്ത്യ ഫോർ ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. സോ ഇന്ന് നമ്മുടെ ഇപ്പോൾ ദ 401 വേരിയൻ്റ്. ഇതൊരു മിനിമലിസ്റ്റിക് മോഡേൺ സ്ക്രാംബ്ലർ എന്നാണ് കമ്പനി പറഞ്ഞത്. ഇതിൻ്റെ പ്രത്യേകത ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് ഫ്രണ്ടിൽ തന്നെ തുടങ്ങാം കേട്ടോ. ദേ നോക്കുക, LED ഹെഡ്ലാമ്പൊക്കെ ഒരു ബിഗർ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ബിഗറായി തോന്നാൻ കാരണം ഈ DRLs ആണ് കുറച്ചൊരു പ്രൊട്രൂഡിങ് ആയിട്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഭയങ്കര ഇലൂമിനൻസ് ആണ് പ്രൊവൈഡ്, ഗുഡ് ലൈറ്റ്സ് ആണ് പ്രൊവൈഡ്. ഹുസ്ക്വാന ബ്രാൻഡിങ് ഉണ്ട്. പിന്നെ പഴയ പോലത്തെ ഹുസ്ക്വാന ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ നോക്കും, ആ മഡ് ഫ്ലാപ്പ് തന്നെ ഉണ്ട്, ഹുസ്ക്വാന ബ്രാൻഡിങ് ആണ്. ഇതിൻ്റെ ലോഗോയുടെ പുറകെ ഒരു കഥയും കൂടി. ഇത് ഫ്രണ്ട് വ്യൂ ഓഫ് എ മസ്കറ്റ് ആണ് കേട്ടോ. മസ്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തോക്കിൻ്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ അതിൻ്റെ ബാരലോ അതിൻ്റെ മുകളിലത്തെ വരുന്ന സംഭവമാണ് ഗേർഡിലോ, അതിൻ്റെ മുകളിൽ വരുന്ന സംഭവം കൂടി ഒരു ഫ്രണ്ട് വ്യൂ ആയിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ, ഹുസ്ക്വാന ലോഗോ. പിന്നെ എൻ്റെ പേര് പ്രൊനൗൺസിയേഷൻ ഹുസ്ക്വാന എന്ന കറക്റ്റ് രീതി പ്രൊനൗൺസ് ചെയ്യട്ടോ. ഹസ്കി നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും വിളിക്കാം, പക്ഷേ ഹുസ്ക്വാന എന്നാണ് പ്രോപ്പർ വേ ഓഫ് പ്രൊനൗൺസിയേഷൻ. പിന്നെ നമുക്ക് ഒരു കുട്ടി ഫ്ലൈ സ്ക്രീനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ പോസിബിൾ ആയത് കാസ്ട്രോ പവർ 1ൻ്റെ സപ്പോർട്ട് കൊണ്ടാണ്. നിങ്ങളുടെ മോട്ടോർ സൈക്കിൾ ഓവർ ഹീറ്റിംഗ് അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ, കുറച്ചുകൂടി വാം ആയിട്ട് റൺ ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഡു ട്രൈ കാസ്ട്രോ പവർ 1ൻ്റെ അൾട്ടിമേറ്റ് സൂപ്പർ ബൈക്ക് എഞ്ചിൻ ഓയിലാണ്. ഫുള്ളി സിന്തറ്റിക്, അവരുടെ ഹൈ ആൻഡ് ഫ്ലാഗ്ഷിപ്പ് ഓയിലാണ്. 1275 രൂപ മാത്രമേ ഉള്ളൂ. വൺ ഓഫ് ദ മോസ്റ്റ് അഫോർഡബിൾ ഫുള്ളി സിന്തറ്റിക് ഓയിലാണ്. ഗുഡ് പെർഫോമർ കൂടിയ നമ്മുടെ എല്ലാ മോട്ടോർ സൈക്കിൾ റേസ് ബിൽഡ്സിലൊക്കെ യൂസ് ചെയ്യുന്ന, ഓൺ ദിസ് മോട്ടോർ ഫോർ ദ പാസ്റ്റ് 20,000 കിലോമീറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന കാസ്ട്രോ പവർ 1 അൾട്ടിമേറ്റ് ആണ് കേട്ടോ. നമ്മുടെ ചാനൽ സ്പോൺസറാണ്. മാത്രമല്ല പുതിയ 5-in-1 ഫോമിലേക്ക് കൊടുത്തിരിക്കുന്ന ബെറ്റർ ആയിട്ടുള്ള കൂളിംഗ്, ബെറ്റർ ഹീറ്റ് ഡിസിപ്പേഷൻ, അതേപോലെ ബെറ്റർ പെർഫോമൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓയിൽ കൂടിയാണ്. സോ താങ്ക് യു കാസ്ട്രോ ഫോർ ദ സപ്പോർട്ട്. ആൻഡ് നിങ്ങളൊരു പുതിയ എഞ്ചിൻ ഓയിൽ തപ്പുന്നുണ്ടെങ്കിൽ ഡു ട്രൈ ദ കാസ്ട്രോ പവർ 1 അൾട്ടിമേറ്റ്. അടിപൊളി എഞ്ചിൻ ഓയിലാണ്. മാത്രമല്ല ഗുഡ് എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത് സ്ക്രാംബ്ലർ വേരിയൻ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഫോക്ക് കവേഴ്സ് കൊടുത്തിട്ടുണ്ട്. മഡ് ഗാർഡിലോട്ട് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഫോക്ക് ഗാർഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നോക്കുമ്പോൾ ഈ ഡിസ്ക് അല്ലെങ്കിൽ ഈ ഫോക്ക് കാണുമ്പോൾ എവിടെയെങ്കിലും ഒരു സിമിലാരിറ്റി തോന്നും. കാരണം ഇതിൻ്റെ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഡ്യൂക്ക് 390 ആയിട്ട് മോസ്റ്റ് സിമിലർ തന്നെയാണ്. ഡ്യൂക്ക് 390 വിത്ത് ന്യൂ കോസ്മെറ്റിക്, പുതിയൊരു ഫെയറിംഗ് വെച്ചിറക്കിയ ഡ്യൂക്ക് 3, ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഡ്യൂക്ക് 390, കുറച്ചും കൂടി ഓഫ് റോഡ് ഓറിയൻറ്റ്, കുറച്ചും കൂടി സ്ക്രാംബ്ലർ വേർഷൻ ഓഫ് ദ ഡ്യൂക്ക് 390, ദ ഹുസ്ക്വാന 401. അതിൻ്റെ പ്രൈസും കുറച്ച് കുറവാണ്. അത് ലാസ്റ്റ് എത്തുമ്പോൾ ഞാൻ കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ കണ്ടേ ഡിസ്ക് റോട്ടർ 320mm ഡിസ്ക് റോട്ടർ കൊടുത്തിരിക്കുന്നത്. അതും ഡിഫറെൻറ്റ് ഡിസൈനിലാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. സ്പോക്ക് വീൽസ്, ട്യൂബ്ലെസ് അല്ല ട്യൂബ്ഡ് വീൽസ്. എനിക്കിഷ്ടപ്പെട്ട കാര്യം ഇതിൻ്റെ ടയേഴ്സാണ്. പിറലി സ്കോർപ്പിയൻ റാലി STR ടയേഴ്സൊക്കെ കൊടുത്ത് ഓഫ് റോഡ് കേപ്പബിലിറ്റി, സോഫ്റ്റ് കോമ്പൗണ്ട്, റോഡിലാണെങ്കിലും കുറച്ചൊക്കെ ഓഫ് റോഡൊക്കെ പോകാൻ നല്ല കോൺഫിഡൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ടയർ ഇത് സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തിരിക്കുന്നത്. അതേപോലെ സിൻഡേർഡ് ബ്രേക്ക് പാഡ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇത് റോഡിൽ അക്രമം കാണിക്കുക, ചെറിയ പൊട്ടിപ്പൊളിഞ്ഞ വഴിയിലൊക്കെ എത്രമാത്രം ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഒന്നുമില്ല, പക്ഷെ എന്നാലും കുറേയൊക്കെ അക്രമം കാണിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയായിട്ട് നിങ്ങളുടെ ഡെയിലി യൂസ്, നിങ്ങളുടെ ഈ പൊട്ടിപ്പൊളിഞ്ഞ ഇന്ത്യൻ റോഡ്സിലുള്ള കേരള റോഡിലൊക്കെ ഓടിക്കുക അടിപൊളി വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ റേഡിയേറ്റർ നോക്കുക, ഡ്യൂക്ക് 390 കാണുന്ന സിമിലർ ആയിട്ടുള്ള കേർവ്ഡ് റേഡിയേറ്റർ, അതും ഡുവൽ ഫാൻസ് ആണ് 401 കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ 250 വേരിയൻ്റ് വിപ്പിൽ, അതിനെക്കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ. സോ ബെറ്റർ കൂളിങ്ങിന് വേണ്ടിയാണ് ഈ കേർവ്ഡ് റേഡിയേറ്റർ ആകുമ്പോൾ കുറച്ചുകൂടി സർഫസ് ഏരിയ കിട്ടും. അതിന് ബെറ്റർ കൂളിംഗ് ചെയ്യാൻ വേണ്ടിയാണ് ഈ 2 ഫാൻസ് കൊടുത്തത്. ഈ സൈഡും ഫാനിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ എൻജിൻ 398.63cc ലിക്വിഡ് കൂൾ എൻജിനാണ്. ഡ്യൂക്ക് 390 സിമിലർ എൻജിൻ തന്നെയാണ്, ഡിഫറെൻ്റ്ലി ട്യൂൺഡ്. ഇത് ഈസി ട്യൂൺ ചെയ്തിരിക്കുന്ന രീതി കുറച്ച് ഡിഫറെൻ്റ് ആണ്. പക്ഷേ 46 ഹോഴ്സ് പവർ 39 Nm ഓഫ് ടോർക്ക്, സെയിം ആസ് ഡ്യൂക്ക് 390 ഇതും പ്രൊഡക്ഷൻ ചെയ്യുന്നു കേട്ടോ. കണ്ടില്ലേ, എൻജിൻ കേസ് കവറിലൊക്കെ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു ഹുസ്ക്വാന ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അണ്ടർ ബെല്ലി ആയിട്ടുള്ള എക്സോസ്റ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ കണ്ടില്ലേ, ഈ സ്റ്റീൽ ട്രെലിസ് ഫ്രെയിമും ഒരു സബ് ഫ്രെയിമും കൊടുത്തിട്ടുണ്ട്. പിന്നെ പുതിയ ഡ്യൂക്ക് 390 ഒരു അലൂമിനിയം ആയിട്ടുള്ള വിസിബിൾ ആയിട്ടുള്ള സബ് ഫ്രെയിമാണ് കൊടുത്തിരിക്കുക. പക്ഷേ ഇതിൽ കണ്ടത് അത് ഫുള്ള് ഹൈഡ് ഔട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ് ഫ്രെയിമാണ് കൊടുത്തിരിക്കുക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സീറ്റായിട്ട് കുറച്ച് കൂടുതലാണ്. ഇതിന് 820mm സീറ്റായിട്ടുണ്ട് കേട്ടോ.
പക്ഷേ പഴയ ഹുസ്ക്വാറിനെ വെച്ച് നോക്കുമ്പോഴേക്ക് 20 mm സീറ്റായിട്ട് അവർ കുറയ്ക്കാൻ പറ്റും, 22 mm ഓഫ് സീറ്റായിട്ട് അവർ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ആൾക്കാർക്ക് ഇത് ഈസിലി ആക്സസിബിൾ ആകാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു ചേഞ്ച് കൊടുത്തിരിക്കുന്നത്. സീറ്റായിട്ട് എർഗണോമിക്സ് ഞാൻ പിന്നെ കാണിച്ചാൽ പിന്നെ നോക്ക് ഡ്യൂക്ക് 3 കാണുന്ന പോലെ ഓഫ്സെറ്റ് ആയിട്ടുള്ള ഒരു ഷോക്ക് അബ്സോർബറാണ് കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് സെൻറ്ററിലല്ല റൈറ്റ് സൈഡിലോട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ സ്വിംഗ് ആം കണ്ടില്ല, ഒരു ബനാന സ്വിംഗ് ആം മോട്ടോ GP ഇൻസ്പയർഡ് സ്വിംഗ് ആമൊക്കെ കൊടുത്തിരിക്കുക. ഇങ്ങനെ ഷോക്ക് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ 2 അഡ്വാൻറ്റേജ് കിട്ടും. ലോങ്ങർ ട്രാവലുള്ള ഷോക്ക് കൊടുക്കാൻ പറ്റും. 161 mm ഓഫ് ട്രാവൽ ചെയ്യുള്ളൂ. സെൻറ്ററിൽ വെക്കുവാണെങ്കിൽ സീറ്റായിട്ട് ഭയങ്കരമായിട്ട് കൂടും. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ മിക്കവർക്ക് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നത്തെ ഒരു അഡ്വാൻറ്റേജ് സൈഡിലോട്ട് വെച്ചപ്പോൾ ഈ ബാക്കിൽ കണ്ടു, ഇതിൻ്റെ ബാക്കിൽ എയർ ബോക്സ് ഉണ്ട്, വലിയൊരു എയർ ബോക്സ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ടോപ്പ് ആൻഡ് കേപ്പബിലിറ്റി, ഹയർ RP എത്തുമ്പോഴേക്ക് കൂടുതൽ എയർ ഇൻ ടു ദ എഞ്ചിൻ കൊടുക്കാൻ പറ്റും. കൂടുതൽ ഫ്യൂൽ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് മേക്സ് മോർ പവർ. എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഒരു എയർ പമ്പ്, അതിന് നമ്മൾ ഓക്സിജനും അതേപോലെ ഫ്യൂലും കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് മേക്സ് മോർ പവർ. അപ്പോൾ അത് കൂടുതൽ എഫിഷ്യൻ്റ് ആകാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കൊടുത്തിരിക്കുന്നു കേട്ടോ. പിന്നെ പഴയ ഹുസ്ക്വാറിനെ വെച്ച് നോക്കുമ്പോഴേക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. 177 mm ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വണ്ടിയിൽ കൂടിയിട്ടുണ്ട്. കണ്ടില്ല, അണ്ടർ ബെല്ലി എക്സോസ്റ്റ് ഒക്കെ, റിയർ സെക്ഷൻ, പിറിലി, സ്കോർപ്പിയൻ, റാലി, STR ടയർ, ട്യൂബ്ലെസ് ടയർ, പക്ഷേ ട്യൂബ് വീൽസ് ആണ് കൊടുത്തിരിക്കുക. സ്പോക്സ് ഇറ്റ് ലുക്സ് ഗുഡ് കേട്ടോ. സ്ക്രാംബ്ലർ ഡിസൈൻ എപ്പോഴും സ്പോക്ക് വീൽസാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ബാക്കിലത്തെ ഡിസ്ക് 240 mm ഡിസ്ക് റോട്ടറാ കൊടുത്ത, പുതിയ പഴയ 230 അതൊക്കെ കൂട്ടിയുണ്ട്. ഒരു പുതിയ ടൈപ്പ് കാലിപ്പേഴ്സാണ് ഫ്രണ്ട് ആൻഡ് ബാക്കിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു കേട്ടോ. ഡിസൈൻ നോക്ക്, എല്ലാം ഡ്യൂക്ക് 390 സിമിലർ ആയിട്ടുള്ള എല്ലാ കോമ്പോണൻസാണ് കൊടുത്തിരിക്കുന്നത്. ഈ സ്പോക്ക് വീൽസ് ഒഴികെ ബാക്കിയൊക്കെ സിമിലർ ആയിട്ടുള്ള ഹാർഡ്വെയർ ഈ ഹുസ്ക്വാറിൻ്റെ 401 സ്വാട്ട് പില്ലിനും കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഡിസൈൻ കണ്ട എനിക്ക് പഴയ വിറ്റ്പിലിൻ്റെ ഡിസൈൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അതിൻ്റെ ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ടൈൽ സെക്ഷൻ ആയിരുന്നു. അതിന് ടയർ ഹഗ്ഗറിൽ തന്നെ നമ്പർ പ്ലേറ്റ് ഒക്കെ ഹോൾഡ് ചെയ്യുക. പക്ഷേ ഇത് കണ്ടില്ല, അധികം ചെളി തെറിക്കുമായിരുന്നു ഡിസൈൻ. ആ ടയർ ഹഗ്ഗറൊക്കെ ഞാൻ എൻ്റെ ഡ്യൂക്ക് 390 വരെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. എനിക്ക് അത്രമാത്രം ഇഷ്ടമായി. അതിൻ്റെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിരിക്കുന്നത്. കിസ്ക എന്ന് പറഞ്ഞ ബ്രാൻഡ്, ഓസ്ട്രിയൻ ബ്രാൻഡാണ്. അവരാണ് ഈ വണ്ടിയൊക്കെ ഡിസൈൻ ഭയങ്കര അറ്റൻഷൻ ടു ഡീറ്റെയിൽ, മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻസ് കൊടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കമ്പനി അവരുടെ ഡിസൈനൊക്കെ. പക്ഷേ ഇതിൽ കൊടുത്തേക്ക് കണ്ടിട്ട് ഇത് അവർ കുറച്ചുകൂടി പ്രാക്ടിക്കലാക്കാൻ വേണ്ടി കണ്ടില്ലേ, ഇത് ഒരു പ്രോപ്പറായിട്ടുള്ള മഡ് ഗാർഡ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ പഴയ ഡിസൈൻ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ LED ടെയില കുറച്ച് പ്രൊട്രൂഡിങ് ആയിട്ടാണ് വെച്ചിരിക്കുന്ന. ഈ ടയർ ഹഗ്ഗറൊക്കെ നോക്കി, മഡ് ഗാർഡൊക്കെ നോക്കി എങ്ങനെയുണ്ടെന്ന് നോക്ക്, കണ്ടില്ലേ. പക്ഷേ എനിക്ക് പഴയ ഡിസൈൻ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട. ഇന്ത്യത്തെ ഇത് സെറ്റപ്പ് നോക്ക്, ഒരു സാരി ഗാർഡ് കൊടുത്ത് എക്സ്പോർട്ട് മോഡലൊന്നുമില്ല. അതുകൊണ്ട് ഇതിൻ്റെ കുറച്ച് വെയിറ്റ് കൂടിയിരിക്കുന്നത്. കമ്പയർ ടു ഡ്യൂക്ക് 390 ഇതിന് കുറച്ച് വെയിറ്റ് കൂടുതലാണ്. ഡ്യൂക്ക് 390 168 kgs, ഇത് 171, കുറച്ച് kgs കൂടുതലാണ്. ഈ മോട്ടോർ സൈക്കിൾ കുറച്ചുകൂടി ലോങ്ങർ വീൽ ബേസ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് നോക്കിയിട്ട് ഇറ്റ്സ് വെരി മച്ച് സിമിലർ. അവർ പറഞ്ഞ 10-14 mm കൂടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ റേക്ക്, ട്രെയിൽ അതെല്ലാം ചെക്ക് ചെയ്ത് നോക്കി, ഈവൻ ദ സ്വിംഗ് ആം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ദർ ഇസ് നോട്ട് മച്ച് ഡിഫറൻസ്. അത് പോസിബിളി ഒരു എറർ ഇൻ ദ ടെക്നിക്കൽ ഡാറ്റ ഷീറ്റ് ആയിരിക്കും. ഇത് ഓൾമോസ്റ്റ് സിമിലർ തന്നെയായിട്ടുള്ള വീൽ ബേസ്. എൻറ്റയർ ഹാൻഡ്ലിംഗ് ക്യാരക്ടറിസ്റ്റിക് ഷുഡ് ബി സെയിം ആസ് ദ ഡ്യൂക്ക് 390 പോലെ സിമിലർ ആയിട്ടുള്ള ഹാൻഡ്ലിംഗ് സെറ്റപ്പൊക്കെ കൊടുത്തത്. സ്പ്രോക്കറ്റ് ഈവൻ സെയിം ആണ്. ഗിയറിംഗ് ഒക്കെ ഡ്യൂക്ക് 390 സിമിലർ തന്നെയാണ്. അപ്പോൾ ഡ്യൂക്ക് 390 വിത്ത് എ കോസ്മെറ്റിക് ചേഞ്ച്, ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിരിക്കുന്ന വണ്ടി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഈ ഗ്രാബ് റെയിൽ കേട്ടോ. അടിപൊളി ഗ്രാബ് റെയിലാണ് കൊടുത്തത്. എനിക്ക് ഇങ്ങനത്തെ റെട്രോ ലുക്ക്, മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഗ്രാബ് റെയിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കൊടുത്തിട്ടെന്ന് പറഞ്ഞാൽ ബ്രേക്കൊക്കെ പിടിക്കുകയാണെങ്കിൽ എത്രമാത്രം ഈ ഫോർക്ക് ട്രാവൽ ചെയ്ത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു റെഡ് വൈപ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു റബ്ബർ ബാൻഡ് പോലെ കൊടുത്തിട്ടുണ്ട്. ആ ടോട്ടൽ ട്രാവൽ മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. ഈ ഫോർക്ക് ബോട്ടം ഔട്ട് ആയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. നിങ്ങൾ ഓഫ് റോഡൊക്കെ പോയി പെട്ടെന്ന് ഒരു കുഴി ചാടണം, ഇത് ഫുൾ ട്രാവൽ ഇവിടം വരെ എത്തുവാണെങ്കിൽ, ഇത് അടി വരെ ഇവിടം വരെ, ഇത് അടി ഇന്ന് 10 mm മുകളിലോട്ട്, 1 സെൻറ്റിമീറ്റർ മുകളിലോട്ട് ഇവിടം വരെയൊക്കെ എത്തുവാണെങ്കിൽ ഇത് ബോട്ടം ഔട്ടായി. പിന്നെ ഇതിന് എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. ഇത് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ, ഇതിൻ്റെ ടെക്നിക്കിലോട്ട് നമുക്ക് പിന്നെ കിടക്കാം കേട്ടോ. സംഭവം ഞാൻ ഇരുന്ന് കാണിച്ചാൽ ഇതിൻ്റെ സീറ്റ് ഞാൻ പറയുള്ളൂ. കമ്പയർ ടു പ്രീവിയസ് ആയിട്ടുള്ള ഹുസ്ക്വാറിനെ വെച്ച് നോക്കുമ്പോൾ സീറ്റായി 22 mm കുറച്ചുണ്ട്. ഞാൻ ഒന്ന് ഇരുന്ന് കാണിച്ചുതരാം. ഇതേ നോക്ക്, എനിക്കിത് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാം. ഞാൻ 5'8" ആണ്. എനിക്കിത് വളരെ ഈസി ആയിട്ട് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റും. ഒരു പ്രോപ്പർ സ്റ്റാൻസ് ആണ്. കുറച്ചൊന്ന് ഫോർവേഡ് പ്ലേസ്ഡ് ആണ്. ഫുട്ട് പാക്ക് കുറച്ച് അഗ്രസീവാണ്, കണ്ടില്ലേ. ഫുട്ട് പാക്ക് കുറച്ച് അഗ്രസീവ്ലി പൊസിഷൻഡ് ആണ്. പക്ഷേ ഇതിൻ്റെ ഹാൻഡിൽ ബാർ പൊസിഷൻ കണ്ടാൽ എല്ലാം സ്പോർട്ടി ആയിട്ട്, കുറച്ച് സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ക്രാമ്പിൾ, മോർ റോഡ് റൈഡിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയ സ്ക്രാമ്പിളാണ്. കണ്ട ഞാൻ ഇരിക്കുമ്പോൾ തന്നെ ഫ്രണ്ടിലോട്ട് വന്നിരിക്കുന്നുണ്ടല്ലേ. പിന്നെ കണ്ട ഗുഡ് റെട്രോ ലുക്കിംഗ് സർക്കുലർ മിറേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 5 inch TFT കൊടുത്തിട്ട് ഭയങ്കര മിനിമലിസ്റ്റിക്കാണ്. നോക്കിക്കണ്ടേ, കണ്ടില്ലേ. അത് അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആൻഡ് മിനിമലിസ്റ്റിക് ആണ് കിസ്ക ഡിസൈൻ അല്ലെങ്കിൽ ഹുസ്ക്വാർണ ബ്രാൻഡ് എപ്പോഴും നോക്കുന്നത്. ആകെ ഒരു RPM മീറ്ററും കൊടുത്തിട്ടുണ്ട്, സ്പീഡും കൊടുത്തിട്ടുണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം. പിന്നെ അത് മാറ്റാൻ പറ്റില്ല, ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനത്തെവർക്ക് വേണ്ടി ഇത് മാറ്റിയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് ഈസി ആയിട്ട് നമുക്ക് അതൊക്കെ മാറ്റാൻ പറ്റും.
ഇതൊരു ഹീറ്റഡ് ഗ്രിപ്സ് എന്ന ഫംഗ്ഷൻ ഉണ്ടല്ലോ. ഹീറ്റഡ് ഗ്രിപ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ലേ ലഡാക്കൊക്കെ പോവുകയാണെങ്കിൽ, തണുപ്പുള്ള സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിൽ ഗ്രിപ്സ് ഹീറ്റ് ആക്കാനുള്ളൊരു ഓപ്ഷൻ ഫ്യൂച്ചർ മോഡൽസ് വരുന്ന പറയുന്ന എക്സ്ട്രാ ഫംഗ്ഷൻ കണ്ട്. ഇതൊരു ക്വിക്ക് ഷിഫ്റ്റ് ഉണ്ട്, ക്ലച്ച് പിടിക്കാണ്ട് അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യാൻ പറ്റും. കണ്ടില്ല, ഇൻ്റർഫേസ് റിഡ്യൂസ്ഡ് ആക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കണ്ടോ, ഡിഫോൾട്ട് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡാറ്റയും കിട്ടുന്നതുണ്ടോ. കണ്ടില്ലേ, എല്ലാ സാധനം കൊടുത്തിട്ടുണ്ട്. RPM മീറ്റർ ഉണ്ട്, ടാക്കോമീറ്റർ ഉണ്ട്, സ്പീഡ് ഉണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, ആവറേജ് സ്പീഡ് ഉണ്ട്, ബാറ്ററി വോൾട്ടേജ് ഉണ്ട്, എത്ര കിലോമീറ്റർ ഓടി, ആകെ 32 കിലോമീറ്റർ, അത് ഞാൻ മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. പിന്നെ എത്ര ഡിസ്റ്റൻസ് ടു എംറ്റി, എത്ര കിലോമീറ്റർ ഓടുമെന്ന്. ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി കൂട്ടിയിട്ട് പഴയ ഹുസ്ക്വാന ഓണേഴ്സ് ഫേസ് ചെയ്ത ഇഷ്യൂ 9.5 ലിറ്റേഴ്സ് ഫ്യൂൽ ടാങ്ക്. അപ്പോൾ അത് അത്രമാത്രം കിലോമീറ്റർ ഓടാൻ പറ്റില്ല. ഫുൾ ടാങ്കിലാണെങ്കിൽ 300 കിലോമീറ്റേഴ്സൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ ഓടാൻ പറ്റുള്ളൂ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇതിന് ഏകദേശം 29 ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന ഫ്യൂൽ എക്കോണമി കേട്ടോ. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ എനിക്ക് ഏകദേശം 25-26 ഒക്കെ ഏകദേശം ഫ്യൂൽ എക്കോണമി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 13.5 ലിറ്റേഴ്സിൽ 400 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 410, 420, 450 ഒക്കെ പ്രോപ്പർലി റൈഡ് ചെയ്യുകയാണ് 450 കിലോമീറ്റർ ഓഫ് റേഞ്ച് വരെയും കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത് കേട്ടോ. പിന്നെ ഈ സൈഡിൽ കണ്ടില്ല, ഇതിൻ്റെ ഫ്യൂൽ ലെവലാണ് കാണിക്കുന്നത്. ഈ സൈഡിൽ കണ്ടിട്ട് കൂൾ ആൻഡ് ടെമ്പറേച്ചർ കാണിക്കും. ഭയങ്കര ബ്യൂട്ടിഫുള്ളി ഇൻ്റഗ്രേറ്റഡ് ആണ്. പിന്നെ ഇതിന് കമ്പയർ ടു ഡ്യൂക്ക് 3 ഇതിന് റൈഡിങ് മോഡ്സ് ഒന്നുമില്ല. റൈഡ് മോഡ് ഇത് കണ്ട സ്ട്രീറ്റ് ഓൺലി മോഡ് മാത്രമേ ഉള്ളൂ, വേറെ മോഡൊന്നുമില്ല. ABS വേണമെങ്കിൽ നമുക്ക് സൂപ്പർ മോട്ടോ മോഡിലോട്ട് മാറ്റാൻ പറ്റും. റിയർ വീലത്തെ ABS ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിന് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, പക്ഷേ IME ഇല്ല. ഡ്യൂക്ക് 3 പോലെ കോർണറിങ് ABS ഒന്നുമില്ല. IME എന്ന് പറഞ്ഞാൽ ഇനേഴ്ഷ്യൽ മെഷർമെൻറ്റ് യൂണിറ്റ്. ആ വണ്ടി എത്രത്തോളം ഫ്രണ്ടിലോട്ടായി, എത്രത്തോളം ചരിഞ്ഞു, എത്രത്തോളം പൊങ്ങിയിരിക്കുന്നുണ്ട്, അതിൻ്റെ എല്ലാ ഡാറ്റ അത് ഈസിന് കൊടുത്തിട്ട് ECU അത് ABS മോഡിനെ കൊണ്ട് ഡിഫറെൻറ്റ് രീതിയിൽ ബ്രേക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ബ്രേക്ക് പിടിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് ABSന് അറിയാം. പക്ഷേ വണ്ടി ചരിഞ്ഞിരിക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് രീതിയിൽ വേണം ABS പിടിക്കുക, അല്ലെങ്കിൽ ക്രാഷ് ആവും. അത് വണ്ടിക്ക് മനസ്സിലാവും എത്രത്തോളം വണ്ടി ലീനായി. അപ്പോൾ കോർണർ ചെയ്ത് ബ്രേക്ക് പിടിക്കുക ഡിഫറെൻറ്റ് രീതിയിലേക്ക് ABS ഇൻ്റർവെയിൻ ചെയ്ത്, അപ്പോൾ ക്രാഷ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ കോർണറിലാണെങ്കിൽ ബ്രേക്ക് പിടിച്ചാൽ ക്രാഷ് ആകാത്ത സെറ്റപ്പാണ് ഡ്യൂക്ക് 3 കൊടുത്തത്. പക്ഷേ അങ്ങനത്തെ ഹൈടെക് ആയിട്ടുള്ള ABS സിസ്റ്റം, കോർണറിങ് ABS സിസ്റ്റം ഈ വണ്ടി കൊടുത്തിട്ടില്ല. പിന്നെ ഡ്യൂക്ക് 3 വരുന്ന ട്രാക്ഷൻ കൺട്രോൾ ഈ ഹുസ്ക്വാണയിലും കൊടുത്താണ്. ട്രാക്ഷൻ കൺട്രോൾ അറിയാത്തവരാണെന്ന് പറഞ്ഞാൽ നമ്മൾ സഡൻലി ത്രോട്ടിൽ കൊടുക്കാൻ റിയർ വീലിൻ്റെ സ്പീഡ് ഫ്രണ്ട് വീലിനെ കാട്ടി കൂടുതലാണ് പവർ ടു ദ റിയർ വീൽ. ഇപ്പോൾ ഗ്രേവലിലൊക്കെ നിങ്ങൾ കൈ കൊടുക്കുക, ഒറ്റയടിക്ക് കൈ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് റിയർ വീൽ സ്പിന്നായില്ലേ, അപ്പോൾ നിങ്ങളുടെ റിയർ സ്ലൈഡ് ചെയ്ത് ചിലപ്പോൾ ക്രാഷ് ചെയ്യാൻ സാധ്യതയില്ലേ, അതൊക്കെ കൺട്രോൾഡ്. ഇപ്പോൾ ഓണാക്കിയിട്ടായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഞാൻ ത്രോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ പവർ ടു ദ റിയർ വീൽ കട്ട് ചെയ്യുന്ന, പെട്ടെന്ന് റിയർ വീലിൻ്റെ സ്പീഡ് ഫ്രണ്ട് വീലിനെ കാട്ടി കൂടുകയാണെങ്കിൽ പവർ ടു ദ റിയർ വീൽ കട്ട് ചെയ്യും. ക്രാഷൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും ആ ടയർ സ്പിൻ ഓഫ് ചെയ്ത് പോകാണ്ടിരിക്കാനൊക്കെ ഉള്ള പ്രൊട്ടക്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈസി ഷിഫ്റ്റ് എന്നാണ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈസി ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ക്വിക്ക് ഷിഫ്റ്റ് പ്ലസ് ഡ്യൂക്ക് 3 വരുന്ന അതേ ഫീച്ചറാണ് ഇതിൽ കൊടുത്തത്. ക്ലച്ച് പിടിക്കാണ്ട് നിങ്ങൾക്ക് അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യാൻ പറ്റും കേട്ടോ. അബോവ് 4000-5000 RPMത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഈസിലി അപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഭയങ്കര സ്മൂത്താണ്. പുതിയ ജനറേഷൻ Gen 3 ഡ്യൂക്ക് 3 വരുന്ന സിമിലർ ആയിട്ടുള്ള സിസ്റ്റം ഇതിലും കൊടുത്തിരിക്കുന്നത്. ഡൗൺ ഷിഫ്റ്റ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഭയങ്കര ബട്ടറി സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാണ് സ്പീഡ് കൺട്രോൾ. ഇത് ഞാൻ ഓൺ ആക്കും കേട്ടോ. ഇപ്പോൾ സ്പീഡ് കൺട്രോൾ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. സ്പീഡ് കൺട്രോൾ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓടിക്കുകയാണെങ്കിൽ 55 km/h വരെ വണ്ടി കയറുമ്പോൾ സേഫ്റ്റി ഫീച്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വേറെ ആർക്കും വണ്ടി കൈമാറി കൊടുക്കുകയാണെങ്കിൽ ഇത് കണ്ട ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എത്ര നമ്മൾ ത്രോട്ടിൽ വെച്ചാൽ 55 കഴിഞ്ഞ് വണ്ടി പോയില്ല. ഒരു സേഫ്റ്റി ഫീച്ചർ ഹുസ്ക്വാണ് ഇതിൽ കൊടുത്തത്. ഡ്യൂക്ക് 3 ഉള്ള അതേ സെയിം ഫീച്ചറാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡ്യൂക്ക് 3 ഉള്ളത് ഇതിലില്ലാത്തൊരു ഫീച്ചർ എന്നാൽ ലോഞ്ച് കൺട്രോൾ, ട്രാക്ക് മോഡ്, റൈഡിംഗ് മോഡ്സ് ഒന്നും കൊടുത്തിട്ടില്ല. അതേപോലെ ലോഞ്ച് കൺട്രോൾ കൊടുത്തിട്ടില്ല. ഈ ലോഞ്ച് കൺട്രോൾ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഡ്യൂക്ക് 3 ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ലോഞ്ച് കൺട്രോൾ, നിങ്ങൾക്ക് റേസിലൊന്നും ഉപയോഗിക്കുക അത്രമാത്രം എഫക്റ്റീവ് ഒന്നും തല്ല. ഭയങ്കര സ്ലോ ആയിട്ട് ഭയങ്കരമായിട്ട് ട്രാക്ഷൻ കട്ട് ചെയ്തിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത്. അതിനെക്കാട്ടിയും ബെറ്റർ നിങ്ങൾ സ്വന്തമായിട്ട് ക്ലച്ച് പിടിച്ച് റിലീസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റർ ആയിട്ടുള്ള ലോഞ്ച് കിട്ടുന്നത്. അതുകൊണ്ടായിരിക്കാം ഹുസ്ക്വാന ഇത് കൊടുക്കാതെ. മാത്രമല്ല അധികം മാത്രം ഇലക്ട്രോണിക്സ് ഒന്നും സ്ക്രാമ്പിളർ റിക്വയർമെൻ്റ് ഇല്ല. പ്രൈസ് ചിലപ്പോൾ കൂടാമായിരിക്കാം. പക്ഷേ ഇതിനൊരു കോർണറിങ് ABS കൂടി കൊടുക്കുകയാണെങ്കിൽ ഇത് അടിപൊളി ഒരു ടൂറാക്കി എടുക്കാൻ പറ്റിയതിനെ കണ്ട. വിത്ത് പ്രോപ്പർ സെറ്റപ്പ് വീൽസ് കൊടുത്തിട്ടുണ്ട്. ഇത് ട്യൂബ്ലെസ് വീൽസും കൂടി ആയിരുന്നെങ്കിൽ അടിപൊളിയായതിനെ കണ്ട. സെറ്റപ്പ് നോക്കും. പിന്നെ ഇത് ടാങ്ക് റാക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ വേണമെങ്കിൽ കെട്ടി വെക്കാനോ എന്തെങ്കിലും സാധനം അബവ് ദ ടാങ്ക് കൊടുക്കുക, ടാങ്കിൽ ഡാമേജ് വരാണ്ടിരിക്കാൻ വേണ്ടി കൊടുത്തിരിക്കാം. സോ പഴയ ഹുസ്ക്വാന ഓണേഴ്സ് ഫേസ് ചെയ്തൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി, ആ ടാങ്ക് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തു. പിന്നെ ആൾക്കാർ പറഞ്ഞ പ്രശ്നം എന്താ, ഈ വണ്ടി ഭയങ്കര ചെറിയ വണ്ടിയാണ്. ഇപ്പോൾ അവർ വലുതാക്കി 20% ബിഗ്ഗർ മോട്ടോർ സൈക്കിൾ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്തും വിത്തും എല്ലാം കൂട്ടിയുണ്ട്. നോക്ക്, ബിഗ്ഗർ സീറ്റാണ് കൊടുത്തത്. പില്ലിയനൊക്കെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള സീറ്റാണ് കൊടുത്തിരിക്കുക. കുറച്ച് വെയിറ്റ് കൂടുതലാണ് ഡ്യൂക്ക് 3 പക്ഷേ എന്താ പറയുക, ഇത് കുറച്ചും കൂടി നാരോ ഒക്കെ ആക്കിയിട്ടുണ്ട്. ഭയങ്കര ഈസി ആയിട്ട് നമുക്കിത് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. സംഭവം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട് വരുന്നത്. പണ്ട് ഞാൻ വിറ്റ്പിലിയൻ ഫാനായിരുന്നു, പക്ഷേ ഇത് ഓടിച്ച് എനിക്ക് ചെറുതായി ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഫുൾ റിവ്യൂ വരുന്നുണ്ടാവും. സോ അതിൽ കുറച്ചും കൂടി ഇൻ ഡെപ്ത് ആയിട്ട് നമുക്ക് പോവാം.
എടുക്കാം. സസ്പെൻഷൻ ഫ്രണ്ടിൽ നോക്കുക, അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ പോലെ. ചിലർ ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ എന്ന് പറയും, പക്ഷേ ഫുള്ളി അഡ്ജസ്റ്റബിൾ അല്ല. പ്രീലോഡ് അഡ്ജസ്റ്റബിൾ കൊടുത്തില്ല, പക്ഷേ ലെഫ്റ്റ് സൈഡ് കംപ്രഷൻ, റൈറ്റ് സൈഡ് റീബൗണ്ട്. ഇതിന് ഇൻഡിപെൻഡൻറ്റ് ഡാമ്പിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഒരു സൈഡ് കംപ്രഷൻ ചെയ്യും, ഒരു സൈഡ് റീബൗണ്ട് അഡ്ജസ്റ്റബിലിറ്റി ചെയ്യും കേട്ടോ. സോ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഓൺ റോഡ് ആൻഡ് ഓഫ് റോഡ് കൊണ്ടുപോകാൻ കേപ്പബിലിറ്റി ഉള്ള മോട്ടോർ സൈക്കിൾ. ഓഫ് റോഡ് അധികം മാത്രം കേപ്പബിലിറ്റി ഒന്നുമില്ല, പക്ഷേ എന്നാലും പൊട്ടിപ്പൊളിഞ്ഞ വഴി കൂടിയാണെങ്കിൽ കുറച്ച് ട്രെയിലൊക്കെ ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ വണ്ടി അത്ര ഓഫ് റോഡ് വണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വഴി പോവുകയാണെങ്കിൽ എനിക്ക് റൂട്ട് എടുക്കുകയാണെങ്കിൽ അൺസർട്ടൺ റൂട്ട്സ് ഒക്കെ എടുക്കുകയെന്ന് പറഞ്ഞാൽ ഇതിന് സ്പോക്ക് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ടയർ പ്രഷർ കുറച്ചിട്ട് ഓടിക്കാൻ പറ്റും. ഈ ടയേഴ്സ് കേപ്പബിൾ ആയിട്ടുള്ള ടയേഴ്സാണ്. മാത്രമല്ല ഇത് സ്പോക്ക് വീൽസ് ആയതുകൊണ്ട് കുറച്ചുകൂടി ഡാമേജ് എടുത്താൽ പെട്ടെന്ന് ലീക്ക് വരും. ട്യൂബ് ഉള്ളതുകൊണ്ട് ഇവിടെ ഡാമേജ് വരുവാണെങ്കിൽ ഇത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. കുറച്ചും കൂടി അബ്യൂസ് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ സസ്പെൻഷൻ ട്രാവൽ കുറവ്, 151 mm ഓഫ് ട്രാവൽ ഫ്രണ്ടിലുള്ളൂ. പെട്ടെന്ന് ഇത് ബോട്ടം ഔട്ടായി പോകും. ബോട്ടം ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട്ട് കല്ലിടിക്കുകയാണെങ്കിൽ ഇത് ഫുൾ ഷോക്ക് അബ്സോർബ് ചെയ്തെടുത്ത്. ഈ ഷോക്ക് അബ്സോർബ് എന്ന് പറയാൻ കാരണം ഇത് ഷോക്ക് അബ്സോർബ് ചെയ്തോണം. ഇത്രമാത്രം ഷോക്ക് അബ്സോർബ് ചെയ്ത് പിന്നെ അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഇത് ടയർ ലിഫ്റ്റ് ഓഫ് ചെയ്തു. പിന്നെ റൈഡറിന് ഇൻപുട്ട് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഈ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ അല്ലെങ്കിൽ ലോങ്ങർ ട്രാവൽ സസ്പെൻഷൻ ഒക്കെ ഹിമാലയനിലൊക്കെ അത്രയും 200 mm ഓഫ് ട്രാവൽ സസ്പെൻഷൻ കൊടുത്തിരുന്നാൽ നിങ്ങൾ ഏത് കല്ലിടിച്ചാലും ആ ഫുൾ ഷോക്ക് അബ്സോർബ് ചെയ്ത് വീണ്ടും ഇൻപുട്ടൊക്കെ കൊടുത്ത് പോകാൻ വേണ്ടിയാണ്. പക്ഷേ ഇത് കുറവാണ്, 49 mm കുറവാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ പറയും ഇത് അത്രമാത്രം ഹാർഡ് കോർ ആയിട്ടുള്ള ഓഫ് റോഡറൊന്നുമല്ല, ഇതൊരു സോഫ്റ്റ് റോഡർ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് മേളിൽ റോട്ടിൽ അക്രമം കാണിക്കാൻ എന്നാൽ ചെറിയ പൊട്ടിപ്പൊളിഞ്ഞ വഴിയുണ്ടെങ്കിൽ പേടിക്കാണ്ട് ആ പേസിൽ തന്നെ കൊണ്ട് ഓടിക്കാനുള്ള വണ്ടിയാണ് ഈ സ്ക്രാമ്പിൾ. സംഭവമൊക്കെ കൊള്ളാം. ഒരു എൻ്റെ ഒരു ആഗ്രഹം പറയുമെന്ന് പറഞ്ഞാൽ ഒരു ലോങ്ങർ ട്രാവൽ സസ്പെൻഷൻ കൂടി കൊടുത്തെങ്കിൽ അഡ്വഞ്ചർ 390യുടെ കുറച്ച് ഫോക്സും സെറ്റപ്പ് കൊടുത്ത് 19 inch വീലിൻ്റെ ഫ്രണ്ടൊക്കെ കൊടുക്കുക മച്ച് മോർ ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഈ വണ്ടിക്ക് വന്നേനെ. സോ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, അഡ്ജസ്റ്റബിലിറ്റി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡിഫറെൻറ്റ് ടെറൈൻസിലൂടെ പോകാൻ റോഡിൽ നിന്ന് പെട്ടെന്ന് കുറച്ചും കൂടി ഹാഷ് കണ്ടീഷനിലോട്ട് പോകുകയാണെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് സോഫ്റ്റ് ആക്കി കുറച്ചുകൂടി ബംസ് ഈസിലി അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കോർണേഴ്സ് ഒക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി സ്റ്റിഫർ സെറ്റപ്പ് ആക്കാൻ പറ്റും. കണ്ടില്ലേ, ഇത് റൈറ്റിലോട്ട് ഇരിക്കുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത് നോക്ക്. കണ്ട, ഇത് റൈറ്റിലോട്ട് ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കും, ഇവിടെ പ്ലസും മൈനസും കണ്ടില്ലേ, റൈറ്റിലോട്ട് തിരിക്കുക. സോ ഇത് മനസ്സിലാക്കാൻ ഈസി സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ വാഷ്റൂമിലൊക്കെ ഉള്ള ടാപ്പില്ല, നമ്മൾ ടാപ്പ് തുറന്നാൽ പെട്ടെന്ന് വെള്ളം വരും. അതേപോലെ ടാപ്പ് ക്ലോസ് ചെയ്താൽ വെള്ളം നിൽക്കും. അതേ സെയിം സെറ്റപ്പ് ഓയിൽ ഫ്ലോ ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഇത് പ്ലസ്സിലോട്ട് ആക്കുവാണെങ്കിൽ കൂടുതൽ ഓയിൽ ഫ്ലോ ആവും. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് ഓയിൽ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഫോർക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഭയങ്കര ഫ്രണ്ട് മൂവ്മെൻ്റ് ഉള്ള ഫോർക്കാണ്. പക്ഷേ നമ്മൾ ടൈറ്റ് ചെയ്യുവാണെങ്കിൽ ഇത് ഓയിൽ ഫ്ലോ ഇത് റെസ്ട്രിക്റ്റ് ചെയ്യും. അങ്ങനെ കുറയ്ക്കുവാണെങ്കിൽ കുറച്ച് സ്റ്റിഫർ ഫീലിംഗ് ആക്കി കിട്ടും. അത് നല്ല കോർണറിങ് ഒക്കെ ഭയങ്കര അഡ്വാൻറ്റേജാണ്. പിന്നെ എൻ്റെ റിയർ ഷോക്ക് യൂണിറ്റ് ഡ്യൂക്ക് 3 സിമിലർ യൂണിറ്റ് തന്നെ കൊടുത്തിരിക്കുന്ന റീബൗണ്ട് അഡ്ജസ്റ്റബിലിറ്റി ഉണ്ട്. കാരണം സോഫ്റ്റും ഹാർഡൊക്കെ. റീബൗണ്ട് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് റീബൗണ്ട്. ഇത് ഒരു ബമ്പ് ഇടിച്ചിട്ട് തിരിച്ച് റിലീസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബമ്പ് ഇടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഈ റീജിയൻ കണ്ട ടൈറ്റ് റീജിയൻ കംപ്രസ് ചെയ്യും, എന്നിട്ട് ഇത് റിലീസ് ചെയ്യും. ഈ റിലീസ് ചെയ്യുന്ന റേറ്റ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. മനസ്സിലായോ? അങ്ങനത്തെ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ആ അഡ്ജസ്റ്റബിലിറ്റി കൊടുത്ത് ബാക്കി കംപ്രഷൻ കൊടുത്തില്ല. പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാം, അതേപോലെ റീബൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷോക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓവറോൾ ലുക്കാണ് ഇത് ബ്യൂട്ടിഫുള്ളി ലുക്കിംഗ് മിനിമിസ്റ്റിക് ആയിട്ടുള്ള സ്ക്രാമ്പിളർ. എനിക്ക് ഇങ്ങനത്തെ ഡിസൈൻ ലാംഗ്വേജ് വളരെ ഇഷ്ടമാണ്. എൻ്റെ ഡ്യൂക്ക് 390 BS3 ഞാനും ഭയങ്കര മിനിമലിസ്റ്റിക് ആക്കാൻ നോക്കുക. ഇത് ഫ്രം ദ ഫാക്ടറി ഭയങ്കര മിനിമലായിട്ടുള്ള സാധനങ്ങൾ കൊടുത്തുള്ളൂ. ഇന്ത്യൻ ഓഡിയൻസ് ഇത് ഇഷ്ടപ്പെടുമെന്ന് വെച്ചാൽ ഇന്ത്യൻ ഓഡിയൻസ് കുറേ ക്രോം വേണം, ഒരു വലിയ സൈസ് വണ്ടി വേണം, അക്കരെ കാണിക്കാനുള്ള വണ്ടി വേണം. പക്ഷേ ഇത് മച്ച് മോർ പ്ലീസിങ് ആണ്, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സ്ക്രാമ്പിളറാണ്, മിനിമലിസ്റ്റിക് ഡിസൈൻ, കിസ്ക ഡിസൈൻ അവരുടെ ലാംഗ്വേജാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം നമുക്ക് കോമ്പാക്റ്റ് ആയിട്ട് ആ എൻജിൻ യൂണിറ്റും ആ ഫ്രെയിം എല്ലാം കണ്ടിട്ട് ഇവിടെ കോമ്പാക്റ്റ് ആയിട്ട് ഇരിക്കുന്ന ആ ട്രെയിലിസ് ഫ്രെയിം കണ്ടത്, സ്റ്റീൽ ട്രെയിലിസ് ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. ഡ്യൂക്ക് 390 സിമിലർ ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, സ്റ്റിയറിംഗ് ക്വാളിറ്റിയിൽ നിന്ന് 2 ട്യൂബ്സാണ് വന്നിരിക്കുന്നത് സ്വിംഗ് ആം പിവറ്റിലോട്ട്. അതിന് സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടി കണ്ടില്ലേ ലാറ്റിസസ് കൊടുത്തിട്ടുണ്ട്, ട്രയാങ്കുലർ ആയിട്ടുള്ള ലാറ്റിസൊക്കെ കൊടുത്ത് അതിന് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി. മാത്രമല്ല ഈ എൻജിൻ ഒരു സ്ട്രെസ് മെമ്പറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഹാങ് ചെയ്തിട്ടേക്കുന്നത് കണ്ടില്ലേ. പക്ഷേ അതിൻ്റെ ഡൗൺ സൈഡ് എന്ന് പറഞ്ഞാൽ ഈ എൻജിനുള്ള വൈബ്രേഷൻ ഇതിലൂടെ ക്രീപ്പ് ചെയ്ത് ഫുഡ് പെഗിലോട്ടും വരും. അതേപോലെ കണ്ടിട്ട് ഇവിടെ നിന്ന് വരുന്ന വൈബ്രേഷൻ എല്ലാം ഫുഡ് പെഗിലും വരും, ഹാൻഡിൽ ബാസിലോട്ടും വരും. ഈ വണ്ടിക്ക് വൈബ്രേഷൻ ഉണ്ട്. ബിഗ് സിംഗിൾ സിലിണ്ടേഴ്സ് ഒക്കെ ഫേസ് ചെയ്യുന്ന എല്ലാ വൈബ്രേഷൻ ഈ വണ്ടിക്കും ഉണ്ട്. ടാങ്കിൻ്റെ ഇവിടെയൊക്കെ ചെറിയ വൈബ്രേഷൻ ഉണ്ട്, ഇവിടെയൊക്കെ വൈബ്രേഷൻ ഫീൽ ചെയ്യുക. ഹാൻഡിൽ ബാർ ടിപ്സിലൊക്കെ വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കുറച്ചും കൂടി ബേസിയർ ദാൻ ദ ഡ്യൂക്ക് 390 ആണോ. ഒരു സർട്ടൻ ഗ്രണ്ടും കൂടി കേൾക്കാം, ഒരു ഓഫ് റോഡ് ക്യാരക്ടറും കൂടി കൊടുത്ത പോലെ.
കാരണം ആ സ്വീറ്റ് സൗണ്ട് കേട്ടാ ഓഫായി പോയി. സോ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു മിനിമലിസ്റ്റിക് ബ്യൂട്ടിഫുൾ ലുക്കിംഗ് മോട്ടോർ സൈക്കിൾ, എക്സോസ്റ്റ് കൊണ്ട് കേൾക്കാനൊക്കെ കൊള്ളു കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞിട്ടുള്ളത് 2,92,000 ആണ്. ചീപ്പ്, മോർ അഫോർഡബിൾ ദാൻ ദ ഡ്യൂക്ക് 390. ഇൻ മൈ ഒപ്പീനിയൻ ഡ്യൂക്ക് 390 കുറച്ച് ഫ്ലാഷിയാണ്, കുറച്ചുകൂടി സ്റ്റാൻഡിങ് ഔട്ടാണ്, കുറച്ചൊരു പോയിൻറ്റിയാണ്. ഇത് കണ്ടില്ലേ, മിനിമലിസ്റ്റിക് റൗണ്ടഡ് എഡ്ജസ് ആയിട്ടുള്ള ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് പ്ലീസിങ്. ഇത് നോട്ട് ഫോർ എവരി, ഇത് മിക്കവർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, യു വൺ ഓഫ് ദ ഫ്യൂ. എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഇഷ്ടം, ഇങ്ങനത്തെ ഡിസൈനൊക്കെ. ഹുസ്ക്വാർണ ഡിസൈൻ ലാംഗ്വേജ്, ആ ഗ്രേയും ആണെങ്കിൽ ആ നിയോൺ യെല്ലോ കളർ തീം കണ്ട, ഇത് ഷോക്കിൻ്റെ, ഇത് ആ ഫോർക്കിൻ്റെ അങ്ങോട്ട് കവർ ചെയ്തിരിക്കും കേട്ടോ. സംഭവമൊക്കെ ഉള്ള എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ഡിസൈൻ ലാംഗ്വേജ് ആ ഹുസ്ക്വാർണയുടെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. പക്ഷേ ഇത് മിക്കവർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇന്ത്യൻ ഓഡിയൻസ് വേണ്ട ഒരു ബിഗ് ഫ്ലാഷി ആയിട്ടുള്ള മോട്ടോർ സൈക്കിളാണ് ഇതെന്ന് പറഞ്ഞാൽ. ഡ്യൂക്ക് 390 ഇൻ എ ഡിഫറൻറ്റ് സ്കിൻ ആൻഡ് അഫോർഡബിൾ, മച്ച് മോർ അഫോർഡബിൾ. അതിൻ്റെ കുറച്ച് ട്രാക്ഷൻ, അതിന് കോർണറിങ് ABS ഇല്ല, ലോഞ്ച് കൺട്രോൾ ഇല്ല, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞിട്ടുള്ള ഒരു കുറച്ചും കൂടി ബെയർ ബോൺ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതെന്തായാലും നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ഇത് KTM ഷോറൂംസിലാട്ടോ അവൈലബിൾ. KTM ആൻഡ് ഹുസ്ക്വാർണ സെയിം ഷോറൂമിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും പോയിട്ട് ദ സ്വാട്ട് പിലിയൻ 401 പേര് ഓർത്ത് വെക്കുക. സ്വാട്ട് പിലിയനാണ് സ്ക്രാംബ്ലർ മോട്ടോർ സൈക്കിൾ, ബ്ലാക്ക് ആരോ. അതെന്തായാലും പോയി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. സോ ഇത് നമ്മൾ എന്തായാലും പോയിട്ട് ഒന്ന് ലോങ് ഒന്നും കൂടി ഓടിച്ചിട്ട്, ഞാൻ കുറച്ച് ഓൾറെഡി ഓടിച്ചാൽ എന്നാലും കുറച്ചും കൂടി ഓടിച്ചിട്ട് ഇതിൻ്റെ ഹീറ്റിംഗ് ഉണ്ടോ, ബാക്കി ഫീഡ്ബാക്ക്, സസ്പെൻഷൻ വർക്കിംഗ് എങ്ങനെ, ഇതിൻ്റെ കോർണറിങ്, ഇതിൻ്റെ ടയേഴ്സിൻ്റെ ഫീഡ്ബാക്ക്, ഇതിൻ്റെ ബ്രേക്കിംഗ് എല്ലാം നമ്മൾ പോയി ഒന്നും കൂടി ഓടിച്ചിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞേക്കും പോരെ. ഇതിന് ലോ എൻഡിൽ ചെറിയൊരു ഇഷ്യൂ കണ്ടിട്ട് ഇങ്ങനെ കണ്ട 1 ടെസ്റ്റ് ആട്ടെ. പക്ഷേ ലോ RPM സഡൻലി ഓഫ്, ലോ RPMത്തിൽ ആ പഞ്ച് കിട്ടുന്നില്ല, ആ റോ ടോർക്ക് ഓഫ് ഡ്യൂക്ക് 390 കിട്ടുന്നില്ല. കണ്ട, ഞാൻ ക്ലച്ചൊന്നും പിടിക്കുന്നില്ല, ഡൗൺ ഷിഫ്റ്റിന് ക്ലച്ച് പിടിക്കുന്നില്ല. അതേപോലെ അപ്പ് ഷിഫ്റ്റിയാണ് ക്ലച്ച് ഉപയോഗിക്കേണ്ട റിക്വയർമെൻ്റ് ഇല്ല. അതാണ് ഈസി ഷിഫ്റ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഡ്യൂക്ക് 390 ക്വിക്ക് ഷിഫ്റ്റ് പ്ലസ് എന്ന് പറഞ്ഞ ടെക്നിക്കല്ലേ, സെയിം സാധനം തന്നെ ഡിഫറെൻറ്റ് പേര് കൊടുത്തേക്കും കേട്ടോ. എർഗണോമിക്സ് ആണെങ്കിൽ കംഫർട്ടബിൾ ആണ്, കുറച്ച് അഗ്രസീവായിട്ട് ഇരിക്കുന്ന. ഇതൊരു അപ്രൈറ്റ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷൻ അല്ല, കുറച്ച് ഡെഡിക്കേറ്റഡ് സ്പോർട്ടിയാണ്, അറ്റാക്ക് പൊസിഷനാണ്, ഒരു സ്ട്രീറ്റ് ഫൈറ്ററിഷ് പൊസിഷനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കൊള്ളാം പവർ ഉണ്ട് എന്ന് പറഞ്ഞാൽ. ഇത് ഡ്യൂക്ക് 390 എനിക്ക് ഒരു ചെറിയൊരു ഗിയറിംഗ് ഡിഫറൻസ് ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ലോ ഡൗൺ അത്രമാത്രം പവർ ഇല്ലാത്ത പോലെ ആസ് ദ ഡ്യൂക്ക് 390. മേ ബി ടയേഴ്സിൻ്റെ ആയിരിക്കാം, മേ ബി ദ ഹെവിയർ വീൽസിൻ്റെ ആയിരിക്കാം അല്ലേ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് കുറച്ചും കൂടി ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ദാൻ ദ ഡ്യൂക്ക് 390. ഇത് നിങ്ങൾക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിൾ. സ്ക്രാംബ്ലറിൻ്റെ പ്രത്യേകത മെയിൻലി ഫോർ റോഡ് റൈഡിങ്, എന്നാൽ നിങ്ങൾക്ക് ഓഫ് റോഡിങ് കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഡ്യൂക്ക് 390 വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രേക്കിംഗ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അതേ സെയിം സിസ്റ്റം ഹുസ്ക്വാർണ 401 കൊടുത്തിരിക്കുന്നത്. അടിപൊളി ബ്രേക്സാണ്, അടിപൊളി കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ബ്രേക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ തന്നെ ആ ഫ്രണ്ട് ആൻഡ് ഡൈവ് കണ്ടില്ല, അതൊക്കെ കൺട്രോൾഡ് ആണ്. പിന്നെ ഈ സസ്പെൻഷൻ കണ്ടില്ലേ, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പോൾ റോഡിൽ ഞാൻ കുറച്ചും കൂടി സ്റ്റിഫർ സെറ്റപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ 5 ക്ലിക്സേ ഉള്ളൂ, പക്ഷേ എന്നാലും ഞാൻ കുറച്ചൊന്ന് സ്റ്റിഫർ സൈഡാണ്, കുറച്ചുകൂടി ഞാൻ ടൈറ്റാക്കി വെച്ച് ഇതിൻ്റെ കംപ്രഷൻ റീബൗണ്ട് ഞാൻ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി എന്താ പറയുക, ഒരു സ്റ്റിഫർ ഫ്രണ്ട് ആൻഡ് ഫീലിംഗ് കിട്ടും. കോർണർ ആൻഡ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഫീഡ്ബാക്ക് കിട്ടും, നല്ല ഫ്രണ്ട് ആൻഡ് പ്ലാന്റഡ് ഫീൽ കിട്ടും. പക്ഷേ ഡൗൺ സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ കല്ലൊക്കെ പോലെ പെട്ടെന്ന് പൊങ്ങി പോകണ പോലെ ഒരു ബോട്ടം ഔട്ടാണ് ഒരു ഫീലിംഗ് കിട്ടും. ഇത് ഞാൻ പറഞ്ഞില്ല, റോഡിൽ അക്രമം കാണിക്കുക. അതാണ് ഈ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ്റെ പ്രത്യേകത. ആൻഡ് റീബൗണ്ട് ഞാൻ കൂട്ടിയാണ് വെച്ചാൽ 5 ക്ലിക്സേ ഉള്ളൂ, പക്ഷേ അതിൽ ഞാൻ കുറച്ച് കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഓൺ ദ 4th and 3rd റീബൗണ്ടും ആൻഡ് കംപ്രഷനും കിടക്കുന്നത് റെസ്പെക്റ്റീവ്ലി. സോ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് കോർണറൊക്കെ ചെയ്യാൻ ലൈൻ ഹോൾഡ് ചെയ്യും, മാത്രം ഫാസ്റ്റ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ഡൗൺ സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഇംപെർഫെക്ഷൻസ് ഓൺ ദ റോഡിൽ അതൊക്കെ കൈക്ക് അടിയായിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ പറയാം, എനിക്ക് ഇഷ്ടം അതാണ്. എനിക്ക് കുറച്ചൊരു ഒരു ഫീഡ്ബാക്ക് തരുന്ന മോട്ടോർ സൈക്കിളാണ് ഇഷ്ടം. നിങ്ങൾക്ക് അത്ര ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കംഫർട്ട് പ്ലഷ് ആയിട്ടുള്ള സസ്പെൻഷൻ ആണെങ്കിൽ ഇത് സോഫ്റ്റ് ആക്കിയിടാം, എല്ലാം കുറച്ചിടാം. നിങ്ങൾ കുറച്ചുകൂടി കൂടുതൽ ഓയിൽ ഫ്ലോ ഉണ്ട്, എല്ലാം മൈനസിലോട്ടാക്കി 1 and 2 നിങ്ങളുടെ ഇഷ്ടമുള്ള സെറ്റിങ്ങിൽ ഇടുവാണെങ്കിൽ ഇത് ഭയങ്കര സോഫ്റ്റായി ഫീലിംഗ് കിട്ടും. അപ്പോൾ യാതൊരു ഷോക്കും നിങ്ങളുടെ ബാക്കിലോ അല്ലോ നിങ്ങളുടെ ഫിംഗേഴ്സിലോ ഹാൻഡ്സിലോ ഒന്നും കിട്ടില്ല. ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും. അതാണ് ടു അഡ്വാൻറ്റേജ്. അതാണ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ. ഡ്യൂക്ക് 390 സെയിം സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. വിത്ത് ഈ ടയേഴ്സ് കൊടുത്തപ്പോൾ കിട്ടിയ അഡ്വാൻറ്റേജാണ്. ഓഫ് റോഡ് ഞാൻ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഇമ്മൻസ്. ഈ ടയറിൻ്റെ ചേഞ്ചാണ്. ഇതേ സ്പോക്ക് വീൽ സെറ്റപ്പ് നിങ്ങൾക്ക് ഡ്യൂക്ക് 390 ഇടാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ നമുക്കൊരു ഓപ്ഷനും കൂടി ഇതേ പാർട്സ് നിങ്ങൾക്ക് ഡ്യൂക്ക് 390 ഇടുവാണെങ്കിൽ ഡ്യൂക്ക് 390 ഇതേ കേപ്പബിലിറ്റീസാണ്. ഡ്യൂക്ക് 390 കുറച്ചുകൂടി ഗ്രൗണ്ട് ക്ലിയറൻസും കൊണ്ട്.
പിന്നെ ഞാൻ പറഞ്ഞില്ല, സീറ്റായിട്ട് കുറച്ച് ഹയറാണ്, 20 mm കൂടുതലാണ് ഡ്യൂക്ക് 300 കാട്ടിയും. അവർ സബ് ഫ്രെയിമിൽ ആ ചേഞ്ച് വരുത്തിയതുകൊണ്ട് കുറച്ച് അവിടെ ഈ സ്റ്റാൻഡ്സ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ടോളർ റൈഡേഴ്സിനൊക്കെ കുറച്ചുകൂടി ഈസിയാണ് ഈ വണ്ടി ഓടിക്കാനാണെങ്കിൽ, ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാനാണെങ്കിൽ ടോളർ റൈഡേഴ്സ് കുറച്ചുകൂടി ഇഷ്ടപ്പെടും. ഇപ്പോൾ ഡ്യൂക്ക് 390 കുറച്ച് പേര് ഓടിച്ചിട്ട് പറയാറില്ലേ, ഭയങ്കര ചെറിയ വണ്ടി പോലെ ഇരിക്കുമ്പോൾ ഭയങ്കര ചെറിയ വണ്ടി പോലെ ഫീൽ ചെയ്യുന്നതെന്ന്. അപ്പോൾ ദ ഹുസ്ക്വാർണ കുറച്ചുകൂടി ടോളർ റൈഡേഴ്സിനും ഇത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിക്കോട്ടോ. ഇപ്പം ഞാൻ സ്ക്രാംബ്ലർ 400X ഓടിച്ചതാണ്. സ്ക്രാംബ്ലർ 400Xനെയും അഡ്വഞ്ചർ 390 ഹിമാലയൻ 400 ബെറ്റർ ഹാൻഡ്ലിംഗ് മോട്ടോർ സൈക്കിൾ ഓൺ ദ റോഡ് ഈ ഹുസ്ക്വാർണ 400 ആട്ടോ, 401 ആണ്. അത് നിങ്ങൾ ഓടിച്ചോ, അത്രമാത്രം സ്പീഡ് നിങ്ങൾക്ക് ക്യാരി ചെയ്യാൻ പറ്റും. അതിൻ്റെ വേറൊരു മെയിൻ അഡ്വാൻറ്റേജ് ആണ് 2 17-inch വീൽസാണ് കൊടുത്തത്. ബെറ്റർ റോഡ് റൈഡിങ്ങിനാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ പിറലി സ്കോർപിയോ റാലി ടയേഴ്സുമാണ് കൊടുത്തിരിക്കുന്നത്. അടിപൊളി ടയേഴ്സാണ് കേട്ടോ. ഇത് നല്ല എക്സ്പെൻസീവ് ആയിട്ട് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എന്നാലും അടിപൊളി ഓപ്ഷൻ, നല്ല ഗ്രിപ്പാണ് തരുന്ന. നിങ്ങൾ ഓഫ് റോഡിംഗ് ഒക്കെ ചെറുതായി കൊണ്ടുപോകണമെങ്കിൽ ഈ ടയേഴ്സ് ഇതിൻ്റെ മാക്സിമം സപ്പോർട്ടും തരും, നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് തരും. അപ്പോൾ ഡ്യൂക്ക് 390 കുറച്ചുകൂടി ഓഫ് റോഡിങ് കേബിളിൽ ഇൻസ്റ്റൻ്റ്ലി നിങ്ങൾക്ക് അവിടെ കിട്ടുവാണ് ബെറ്റർ ടയേഴ്സ് ഇടുമ്പോൾ. വഴിയിലൊക്കെ ഒറ്റയടിക്ക് ഫുൾ ത്രോട്ടിൽ കൊടുത്താലും റിയർ ബ്രേക്ക് പിടിച്ചാലും ഇലക്ട്രോണിക്സ് സേവ് ചെയ്യും. കണ്ടില്ലേ, ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ ലൈറ്റ് കത്തണണ്ട. കാരണം അക്രമം കാണുക, ആ ട്രാക്ഷൻ നഷ്ടപ്പെടുക, പക്ഷേ പവർ ടു ദ റിയർ കട്ട് ചെയ്യുകയെന്ന് ഈസി കട്ട് ചെയ്യുക നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടോ. ഓ ടെക്നോളജി. അപ്പോൾ ഇതൊരു ഫൺ ബൈക്ക് ആകാം, നിങ്ങൾക്ക് അത് എടുത്ത് മോഡ് ചെയ്യാം. പിന്നെ ഇറ്റ് ലുക്സ് ഗുഡ്. എനിക്ക് പേഴ്സണലി ഇതിൻ്റെ ലുക്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ യു വൺ ഓഫ് ദ ഫ്യൂ. പിന്നെ ആൾക്കാർ പറയും ഇത് കാണുമ്പോൾ തന്നെ പറയും നവി ബൈക്കല്ലേ, നവിയുടെ വലുതല്ലേ എന്നൊക്കെ പറയും. പക്ഷേ നേരിട്ട് കണ്ടു നോക്കി ഒന്ന് ഓടിച്ചൊക്കെ നോക്കി ഇറ്റ്സ് നോട്ട് എ നവിയായിട്ടൊന്നും കമ്പയർ ചെയ്യാനേ പറ്റില്ല. അടിപൊളി സെറ്റപ്പ്. ബേസിക്കലി ഞാൻ പറഞ്ഞില്ല, ഡ്യൂക്ക് 390 കോസ്മെറ്റിക് ചേഞ്ച് കുറച്ചും കൂടി ഓഫ് റോഡ് കേപ്പബിലിറ്റി കൊടുത്ത ഡ്യൂക്ക് 390 ഒരു സ്ക്രാംബ്ലർ, ഒരു സ്ട്രീറ്റ് ഫൈറ്റർ ഡ്യൂക്ക് 390 ഒരു സ്ക്രാംബ്ലറായ എന്താവും, അതാണ് ദ ഹുസ്ക്വാർണ സ്വാട്ട് പിലിയൻ 401. എങ്ങനെയുണ്ട് സാധനം? സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ്. നമ്മൾ എക്സ്റ്റെൻസീവ്ലി ഈ മോട്ടോർ സൈക്കിൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓൾ ദ ടെറൈൻസ് നമുക്ക് പോകാൻ പറ്റുന്ന എല്ലാ ടെറൈൻസ് ഇൻ പൂനെ നമ്മൾ പോയി കറങ്ങി തിരിഞ്ഞ് ഹാഷ് ട്രാഫിക്കിലാണെങ്കിൽ കൂൾ മൗണ്ടൻ ഏരിയ ഹില്ലി റീജൻസിലൊക്കെ പോയി ഓടിച്ച് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി. ഐ ഡെഫിനറ്റ്ലി ലവ് റൈഡിങ് ദ മോട്ടോർ സൈക്കിൾ. ഇതായിരുന്നു എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇതൊക്കെ ഫുൾ ടെസ്റ്റ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട മോട്ടോർ സൈക്കിൾ കൂടിയാണ് ദ ഹുസ്ക്വാർണ സ്വാട്ട് പിലിയൻ 401. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തൊക്കെ ഇതിനെക്കുറിച്ച് അറിയണം? കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് റാപ്പ്. സീ ഇൻ ദ നെക്സ്റ്റ് വൺ.